السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 177-ാമത്തെ പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ് പഠിക്കാനുള്ളത്. അള്ളാഹു ഈ ക്ലാസ് സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, റഫർ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, നമ്മളെ സഹായിച്ചവർ, ഭക്ഷണം തന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 177-ാം പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ വലിയ തൗഫീഖോടുകൂടെ പുതിയൊരു സൂറയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ആരംഭിക്കുന്നത്, സൂറത്തുൽ അൻഫാൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يسألونك عن الأنفال قل الأنفال لله والرسول فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. كما أخرجك ربك من بيتك بالحق وإن فريقا من المؤمنين لكارهون يجادلونك بالحق بعدما تبين كأنما يساقون إلى الموت وهم ينظرون. وإذ يعدكم الله إحدى الطائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين ليحق الحق ويبطل الباطل ولو كره المجرمون. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ അൻഫാൽ. സൂറത്തുൽ അൻഫാലിലെ 1-ാമത്തെ പേജ്, അതായത് 1-ാമത്തെ ആയത്ത് മുതൽ 8-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ ഇപ്പോൾ ഓതി വെച്ചത്. 9-ാമത്തെ ജുസ്ഇൽ 177-ാമത്തെ പേജ്. നഫൽ എന്ന വാക്കിന്റെ ബഹുവചനമാണ് അൻഫാൽ. നഫലുൻ ജംഉ അൻഫാൽ. എന്താണ് എൻ്റെ അർത്ഥം? നിർബന്ധമായതിനേക്കാൾ അധികമുള്ളത്. ഇതാണ് ശരിയായ അർത്ഥം. നിർബന്ധമായതിനേക്കാൾ അധികമുള്ളത് എന്നർത്ഥം. ഉദാഹരണമായിട്ട് സുന്നത്തുസ്കാരങ്ങൾക്ക് അറബിയിൽ നഫ്ല് എന്ന് പറയും, നാഫിലത്ത് എന്നൊക്കെ പറയും. ഫർള് നിസ്കാരങ്ങളാണ് നിർബന്ധമുള്ളത്. അത് കഴിഞ്ഞിട്ട് അധികരിച്ച് പിന്നെ നമ്മൾ സ്വന്തം അധികമായി ചെയ്യുന്ന നിസ്കാരമാണ് നഫ്ല്. അതാണ് ആ വാക്കിന്റെ അർത്ഥം, നിർബന്ധമായതിനേക്കാൾ അധികമുള്ളത്. അൻഫാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭാഷാർത്ഥം പറയാം. യുദ്ധം മുതൽ എന്നും അതിനർത്ഥമുണ്ട്. ധർമ്മസമരം നടക്കുമ്പോൾ ശത്രുപക്ഷത്തിൽ നിന്ന് വന്നു ചേരുന്ന സമ്പത്തിന് പൊതുവെ അൻഫാൽ എന്ന് പറയാറുണ്ട്. അതാണ് ഇവിടുത്തെ ഉദ്ദേശം. യുദ്ധമുഖത്ത് നിന്ന് കിട്ടുന്ന മുതൽ. മുൻകാല പ്രവാചകന്മാർക്ക് ലഭിച്ചിട്ടില്ലാത്ത 5 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് എണ്ണിപ്പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 എണ്ണിയ കൂട്ടത്തിൽ ഗനീമത്ത് സ്വത്തുക്കൾ എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, മുമ്പ് അത് ആർക്കും അനുവദിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ നഫലും ഗനീമത്തും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്നാണ്.
യുദ്ധത്തിൽ നിന്ന് ലഭിക്കുന്ന മുതലിന് നഫ്ല് എന്നും പറയും, ഗനീമത്ത് എന്നും പറയും. സാധാരണ പൊതുവെ ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കാറ് എന്ന ചെറിയ വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. എന്താ വ്യത്യാസം എന്നറിയോ? യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഗനീമത്തിലെ നിശ്ചിത വിഹിതം ലഭിക്കും. ആ നിശ്ചിത വിഹിതത്തെക്കാൾ കൂടുതലായി ലഭിക്കുന്നത് അതിനാണ് നഫൽ എന്ന് പറയുന്നത്. പല മഹാന്മാരും ഇങ്ങനെ ഒരു വ്യത്യാസം രണ്ടിനും പറഞ്ഞിട്ടുണ്ട്. ഗനീമത്ത് എല്ലാവർക്കും തുല്യമായി വിധിക്കപ്പെടുന്ന സംഗതിയാണ്. അത് ഓരോരുത്തർക്കും അതിന് വിഹിതമുണ്ടാവും. ആ വിഹിതം കിട്ടിയാൽ ആ കിട്ടിയ വിഹിതത്തെക്കാൾ അപ്പുറമുള്ള അധികം കിട്ടുന്നത് അതാണ് നഫൽ. ചരിത്രപ്രസിദ്ധമായ ബദർ യുദ്ധം കഴിഞ്ഞപ്പോ ബദർ യുദ്ധത്തിൽ നിന്ന് ലഭിച്ച ശത്രുക്കൾ ഇട്ടേച്ചു പോയ സമ്പത്ത് എന്തു ചെയ്യണമെന്ന് സംബന്ധിച്ച് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്വേഷിച്ച ഒരു കാര്യം പരാമർശിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. ഒന്നാമത്തെ സൂക്തത്തിൽ 2 തവണ അംഫാൽ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. 49, 69 ആയത്തുകളിലും ഈ സമ്പത്ത് സംബന്ധമായ പരാമർശം കാണാം. അതുകൊണ്ടാണ് ഈ സൂറത്തിന് അംഫാൽ എന്ന് പേര് വന്നത്. ഈ സൂറത്ത് മദനീയ വിഭാഗത്തിൽപ്പെട്ട സൂറയാണ്. ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ച സൂറയാണ്. അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണപരമായ പല ആയത്തുകളും ഈ സൂറയിൽ സ്വാഭാവികമായും കാണാം. ഏറ്റവും പ്രധാനമായി യുദ്ധസംബന്ധമായ പല പ്രതിപാദനങ്ങളും ഇതിലുണ്ട്. അടിയന്തരാവസ്ഥ, സമാധാനാവസ്ഥ, അതേപോലെ യുദ്ധക്കളങ്ങളിൽ പോലും പാലിക്കേണ്ട, സത്യവിശ്വാസികൾ പാലിക്കേണ്ട മര്യാദകൾ, തടവുകാർ, യുദ്ധമുതലുകൾ, ഇതിന്റെ വിധികൾ, ഇത് സംബന്ധമായ വിവരണങ്ങളൊക്കെ ഈ സൂറയിൽ ഉണ്ട്. 30 മുതൽ 36 അടക്കമുള്ള 7 ആയത്തുകൾ മക്കയിൽ അവതരിച്ചതാണെന്നൊരു അഭിപ്രായം കൂടെ ചേർത്ത് മനസ്സിലാക്കി. 75 ആയത്തുകളാണ് ഈ സൂറയിലുള്ളത്. 1195 പദങ്ങളുണ്ട്. 5280 അക്ഷരങ്ങളും ഉണ്ട്. നൂൻ, ദാൽ, മീം, ഖാഫ്, ഖാ, റാ, ബാ, ഇങ്ങനെ 7 ഒരക്ഷരത്തിലാണ് ഇതിലെ ആയത്തുകളെല്ലാം അവസാനിക്കുന്നത്. ഖാഫിലും ദാലിലും അവസാനിക്കുന്ന ഒറ്റ ആയത്തേ ഉള്ളൂ, ഒറ്റ ആയത്ത് വീതമേ ഉള്ളൂ. ഖാഫിലും ദാലിലും 50ഉം 51ഉം ആയത്തുകൾ. ബായിൽ അവസാനിക്കുന്ന 4 ആയത്തുകളുണ്ട്. 13, 25, 48, 52. ഈ 4ലും അവസാനത്തെ പദം ഇഖാബ് എന്നാണ്, ബായിൽ അവസാനിക്കുകയാണ്. 13 നോക്കൂ, ദാലിക ബിഅന്നഹും ശാഖുല്ലാഹ വറസൂലഹു വമൻ യുശാഖിഖില്ലാഹ വറസൂലഹു ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. 25ാമത്തെ ആയത്ത് വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. 48ാമത്തെ ആയത്തിന്റെ അവസാനവും വല്ലാഹു ശദീദുൽ ഇഖാബ്. 52ാമത്തെ ആയത്തിന്റെ അവസാനം ഇന്നല്ലാഹ ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്. എല്ലാത്തിനെയും അവസാനം ഇഖാബാണ്, ബാവ് കൊണ്ട് അവസാനിച്ചിട്ടുണ്ട്. ബദർ യുദ്ധം കഴിഞ്ഞ ശേഷമാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിലെ ഉദ്യോഗജനകമായ പല രംഗങ്ങളും ഈ സൂറയിൽ പറയുന്നുണ്ട്. ബദറിലെ സംഭവങ്ങളെ കുറിച്ച് പറയുന്നു എന്നതുകൊണ്ട് ഈ സൂറത്തിന് സൂറത്ത് ബദർ എന്നും ഒരു പേരുണ്ട്. സൂറത്ത് ബദർ എന്നും പേരുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ എന്നല്ല, ലോക ചരിത്രത്തിൽ തന്നെ നിസ്തുലമായ ഒരു അധ്യായമാണ് ബദർ. ഹിജ്റ 2ാം വർഷം പരിശുദ്ധമായ റമദാൻ മാസം, അതായത് ക്രിസ്തവം 624 ജനുവരിയിലാണ് ബദർ നടക്കുന്നത്. അന്ന് മുസ്ലിങ്ങൾ മർദ്ദനങ്ങളുടെയും പീഡനങ്ങളുടെയും അരക്ഷിതാവസ്ഥയുടെ മധ്യേ കിടന്ന് വീർപ്പുമുട്ടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. മക്കയിലെ വളരെ ശ്രേഷ്ഠമായ കുടുംബത്തിൽ ജനിച്ച് എല്ലാവരുടെയും ബഹുമാനാദരവുകൾ നേടിയെടുത്ത് 40 വയസ്സ് വരെ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം നാട്ടുകാരും ഉറ്റവരും ബന്ധുക്കളും തന്നെ തള്ളിപ്പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. അവിടെ നിന്ന് പ്രബോധനം ചെയ്ത മതം സ്വീകരിച്ചതിന്റെ പേരിൽ സാധാരണക്കാരും പാവങ്ങളെന്നുമല്ല ഉന്നതന്മാരായ ആളുകൾ വരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും ദുർബല വിഭാഗങ്ങളും ഒക്കെ പലതരം പൈശാചികമായ മർദ്ദനങ്ങൾക്ക് വിധേയരായി. കാലം ചെല്ലുന്തോറും ധിക്കാരികളായ സത്യനിഷേധികളുടെ ക്രൂരവിരോധം കൂടി വരികയാണ് ചെയ്തത്. ഒടുവിൽ ചിലരെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബിസീനിയയിലേക്ക് ഹിജ്റ പറഞ്ഞയച്ചു. സഹാബത്ത് നാട് വിട്ടുപോയി, എത്യോപ്യയിലേക്ക് പോയി. ആദ്യത്തെ ഹിജ്റ അതാണ്. പിന്നെ കുറച്ചു കഴിഞ്ഞതിന് ശേഷം മുസ്ലിങ്ങൾ എല്ലാം ഇട്ടെറിഞ്ഞ് മക്ക ഒഴിവാക്കി മക്ക എന്ന ജന്മനാട് വിട്ടേച്ചു പോകുന്ന മദീനയിൽ അഭയം തേടി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഹിജ്റ ചെയ്ത് മദീനയിലെത്തി. യസ്രിബ് എന്നായിരുന്നു നാട്ടിലെ ആദ്യത്തെ പേര്. ആ പേര് മാറി മദീനത്തുർ റസൂൽ എന്നായി മാറി.
അതങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വന്നാണ് ഇപ്പൊ മദീന എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാടും വീടും സമ്പാദ്യങ്ങളൊക്കെ മക്കയിൽ ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോന്നിട്ടും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിന്നും ശത്രുക്കൾ പിന്മാറിയില്ല. മുസ്ലിങ്ങളെ നശിപ്പിച്ചേ അടങ്ങൂ എന്നൊരു ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഇതങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അക്കാലം അത്രയും മക്കയിൽ താമസിച്ച കാലം അത്രയും ക്ഷമിക്കാനും സഹിക്കാനുമാണ് അള്ളാഹു തആല കൽപ്പിച്ചുകൊണ്ടിരുന്നത്. ആ അള്ളാഹു ഇവർ ഇത് നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോ പ്രതിരോധത്തിനുള്ള അവസരം കൊടുക്കുകയാണ്, ഉപരോധത്തിനുള്ള അവസരം കൊടുക്കുകയാണ്, അവൻ അനുമതി കൊടുക്കുകയാണ്, സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെയാണ് ബദർ എന്ന സ്ഥലത്ത് വെച്ച് സത്യവും അസത്യവുമായി ആദ്യമായി ഏറ്റുമുട്ടുന്നത്. ആളും അർത്ഥവും സന്നാഹങ്ങളൊന്നും മുസ്ലിങ്ങൾക്കില്ല. എന്നിട്ടും മുസ്ലിമീങ്ങൾ മഹാവിജയം നേടി. ഇൻഷാ അല്ലാഹ് വിശദമായ വിവരം പിന്നെ നമുക്ക് ശേഷം പറയാം. എത്ര കാലം പൈശാചിക താണ്ഡവം നടത്തിയാലും അസത്യം ഒരിക്കൽ തകർന്നു വീഴും, തകർന്നു തരിപ്പണമാകും എന്ന പാഠമാണ് ബദർ നൽകുന്നത്. ഈമാൻ എന്ന അമൂല്യമായ നിധിയാണ് മുസ്ലിങ്ങൾക്ക് അവിശ്വസനീയമായ അപ്രതീക്ഷിതമായ ഈ വിജയം നേടിക്കൊടുത്തത്. ഈമാൻ എന്ന അമൂല്യമായ സമ്പത്ത്, ഈമാൻ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായി ലോകത്ത് ഒന്നുമില്ല എന്ന പാഠമാണ് ബദർ പഠിപ്പിച്ചത്. ഒരു അവസരത്തിലും ഈമാൻ കൈമോശം വരാൻ ഇടയാകരുത്. ബദറിൽ സ്വഹാബികൾ വിജയിച്ച പോലെ ഈമാൻ കൊണ്ട് നിങ്ങൾക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാമെന്ന് അല്ലാഹു തആല സത്യവിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. വിശ്വാസത്തിന്റെ ആ മഹിമ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലയോ സത്യവിശ്വാസികളെ എന്ന് 6 തവണ ഈ സൂറയിൽ അല്ലാഹു തആല അഭിസംബോധന ചെയ്യുന്നുണ്ട്. സുപ്രധാനമായ ചില കാര്യങ്ങളാണ് അങ്ങനെ അഭിസംബോധന ചെയ്ത് അല്ലാഹു തആല പറയുന്നത്. ചുരുക്കത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിജയത്തിന്റെ, അവന്റെ നേട്ടങ്ങളുടെ എല്ലാം നിദാനം, അതിന്റെ കാരണം ഈമാൻ മാത്രമാണ്. അത് കളഞ്ഞു കുടിക്കരുത് എന്നതാണ് പ്രധാനമായി അല്ലാഹു തആല നമ്മളെ ബോധിപ്പിക്കുന്നത്. ആകട്ടെ, നമുക്ക് ഈ സൂറത്തിന്റെ 1-ാമത്തെ ആയത്ത് പഠിക്കാം. ബദർ യുദ്ധം കഴിഞ്ഞപ്പോ ആ യുദ്ധത്തിൽ നിന്നും ലഭിച്ച ഗനീമത്ത് സ്വത്തുക്കൾ ഭാഗിക്കുന്ന സമയത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ആ സമയത്താണ് ഈ ആയത്ത് അവതരിക്കുന്നത്. യുദ്ധം ആകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ടാവുമല്ലോ. പല റോളുകളുമാണ് ഓരോരുത്തർക്കും നൽകപ്പെടുക. അത് ഭാഗിക്കപ്പെടുകയാ ചെയ്യുക. മുന്നണി പോരാളികളുണ്ടാവും, കാവൽ നിൽക്കുന്ന ആളുകളുണ്ടാവും, മറ്റു സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. ബദർ യുദ്ധം നടക്കുന്ന രംഗം നമുക്ക് നോക്കാം. മുസ്ലിമുകളായ ആളുകൾ മുന്നേറുകയാണ് യുദ്ധക്കളത്തിൽ, നന്നായി പൊരുതുന്നുണ്ടവർ. മറ്റു ചില ആളുകൾ പതാകങ്ങനെ ഉയർത്തിപ്പിടിച്ച് അതിന് താഴെ കാവൽ നിൽക്കുന്നുണ്ട്, മുസ്ലിങ്ങൾക്ക് കാവൽ നിൽക്കുന്നുണ്ട്. മറ്റു ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ വലയം ചെയ്ത് ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ് യുദ്ധത്തിൽ ഉണ്ടാവുക. അങ്ങനെ യുദ്ധം വിജയകരമായി അവസാനിച്ചു. ശത്രുക്കൾ ഒരുപാട് സ്വത്തുക്കൾ ഉപേക്ഷിച്ചു പോയി, അവർ രക്ഷപ്പെട്ടു കളഞ്ഞു. ഒരുപാട് സ്വത്തുക്കളുണ്ട്. ആ സ്വത്തുക്കൾ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ചെറിയൊരു തർക്കം അവിടെ ഉണ്ടായി. അതായത് അത് ആർക്ക് അവകാശപ്പെട്ടതാണ്? യുദ്ധത്തിൽ പൊരുതിയവർക്കാണോ, അതല്ല യുദ്ധത്തിന് കാവൽ നിന്ന ആളുകൾക്കാണോ? യുദ്ധത്തിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നാൽ എങ്ങോട്ട് വരണമെന്ന് സൂചന നൽകാൻ കാവൽ നിന്നിരുന്ന ആളുകളുണ്ടായിരുന്നു. അവർക്കാണ് കൊടുക്കേണ്ടത്? പൊരുതിയ ആളുകൾക്കാണ് കൊടുക്കേണ്ടത്? അതല്ല പതാക വഹിച്ച ആളുകൾക്കാണ് കൊടുക്കേണ്ടത്? അതല്ല ശത്രുക്കളുടെ നോട്ടപ്പുള്ളിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുരക്ഷ തീർത്ത ചുറ്റും നിന്ന സഹാബികൾക്കാണ് കൊടുക്കേണ്ടത്? ഇങ്ങനെ ഒരു ചെറിയൊരു തർക്കം അവിടെ ഉണ്ടായി. അങ്ങനെ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായപ്പോ അത് രൂക്ഷമാക്കുകയല്ല സഹാബത്ത് ചെയ്തത്. എന്താ പിന്നെ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ആ ചോദിച്ചപ്പോ അവതരിച്ചതാണ് ഈ സൂറത്തിലെ 1-ാമത്തെ ആയത്ത്. എന്താണ് ആ ആയത്തിലൂടെ തീരുമാനം പറഞ്ഞത്? യുദ്ധത്തിൽ ശത്രുപക്ഷത്തു നിന്ന് ലഭിച്ച സ്വത്തുക്കളിൽ ആർക്കും പ്രത്യേക അവകാശം ഒന്നുമില്ല. അതിന്റെ അവകാശവും കൈകാര്യം ചെയ്യാനുള്ള അധികാരവും അള്ളാഹുവിനും റസൂലിനുമാണ്. അത് എങ്ങനെ വിനിയോഗിക്കണമെന്നാണ് അള്ളാഹു തആല കൽപ്പിക്കുന്നത്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിനിയോഗിക്കുകയും അത് പിന്നെ വിതരണം ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് വിതരണം ചെയ്യണമെന്നാണോ അള്ളാഹു കൽപ്പിക്കുന്നത്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിതരണം ചെയ്യും എന്നതിലപ്പുറം ആർക്കും അതിൽ പ്രത്യേകം അവകാശമൊന്നുമില്ല. ഈ വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാൻ പാടില്ല, ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല. പരസ്പര സാഹോദര്യ ബന്ധങ്ങൾ നിങ്ങൾ വിടാതെ മുറുകെ പിടിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ വീതിച്ചു തരുന്നുവോ അപ്രകാരം നിങ്ങൾ അത് സ്വീകരിക്കണം. അതിനെതിരെ നീങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വേണം.
നിങ്ങൾ തമ്മിലുണ്ടായ ഈ ചെറിയ ഭിന്നിപ്പ് അവസാനിപ്പിച്ച് നന്നാവണം. നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുപാധികം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് മുഅ്മിനീങ്ങളായ ആളുകൾ. ഈ ആയത്ത് അവതരിച്ച ശേഷം ബദറിലെ ഗനീമത്തുകൾ പങ്കെടുത്ത ആളുകൾക്കെല്ലാം മുമ്പ് പറയപ്പെട്ട എല്ലാ കൂട്ടർക്കും, കാവൽ നിന്നവർക്കും പൊരുതിയവർക്കും എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമമായി ഭാഗിച്ചു കൊടുത്തു. അതേപോലെ തന്നെ ചില പ്രത്യേക ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ടത് കാരണം യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾക്കും അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഓഹരി കൊടുക്കുകയുണ്ടായി. അപ്പൊ ഗനീമത്ത് വിതരണത്തിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന അനുസരിക്കണം എന്ന് മൊത്തത്തിൽ പറഞ്ഞു എന്നല്ലാതെ ഇന്ന പ്രകാരമാണ് ഗനീമത്ത് ഭാഗിക്കേണ്ടത് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ല. ഈ ആയത്തിന്റെ വിശദീകരണം ഇതേ സൂറയിൽ തന്നെ 41 വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ആകട്ടെ, ഒന്നാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലൂനക അനിൽ അൻഫാൽ قل الأنفال لله والرسول فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين. يسألونك നബിയെ താങ്കളോട് അവർ ചോദിക്കുന്നു. അനിൽ അംഫാൽ, അംഫാലിനെ കുറിച്ച് ചോദിക്കുന്നു. യുദ്ധത്തിൽ കൈവരുന്ന മുതലിനെ കുറിച്ച് ചോദിക്കുന്നു. യുദ്ധത്തിൽ കൈവരുന്ന സ്വത്തുക്കളെ കുറിച്ച് അങ്ങയോട് അവർ ചോദിക്കുന്നു. കുൽ, നബിയെ നിങ്ങൾ മറുപടി പറയണം. അൽ അൻഫാലു ലില്ലാഹി വർ റസൂൽ, യുദ്ധത്തിൽ കിട്ടിയ സ്വത്തുക്കൾ അള്ളാഹുവിനും റസൂലിനും അവകാശപ്പെട്ടതാണ്. ലില്ലാഹി, അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. വർ റസൂൽ, റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ. വഅസ്ലിഹൂ ദാത ബൈനിക്കും, പരസ്പര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യണേ. വാസ്ലിഹു, നിങ്ങൾ നന്നാക്കണമേ. ദാത ബൈനിക്കും, നിങ്ങളുടെ ഇടയിലുള്ള ബന്ധങ്ങൾ, നിങ്ങളുടെ ഇടയിലുള്ളത് പറഞ്ഞാൽ ഇടയിലുള്ള ബന്ധങ്ങൾ. വാതിഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം. റസൂലഹു, അവന്റെ റസൂലിനെയും അനുസരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബദർ നടക്കുമ്പോ ആ യുദ്ധത്തിൽ വെച്ച് മഹാനവറുകൾ ശത്രുപക്ഷത്തുള്ള സഈദ് ഇബ്നുൽ ആസിയെ കൊലപ്പെടുത്തി. എന്നിട്ട് അവന്റെ വാളെടുത്തു. വാളെടുത്തിട്ട് യുദ്ധം കഴിഞ്ഞപ്പോ ആ വാള് നബിയെ എനിക്ക് തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനവറുകൾ ആവശ്യപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തില്ല. പക്ഷേ ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാള് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾക്ക് റളിയല്ലാഹു അൻഹു കൊടുക്കുകയും ചെയ്തു. കാരണം എന്താ, ഈ ആയത്തിൽ അതിന്റെ അധികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന അല്ലാഹു തആല പറഞ്ഞല്ലോ. അല്ലാഹു തആല പറഞ്ഞതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായി, അത് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അത് നിനക്കും എനിക്കും ഒന്നും അവകാശപ്പെട്ടതായിരുന്നില്ല. ഇപ്പോ അതിന്റെ നിയന്ത്രണം ഈ ആയത്തിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാനത് നിനക്ക് നൽകുകയാണ്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും ആയത്ത് നോക്കാം. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം എന്നൊക്കെയാണ് ഇപ്പൊ കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞത്. ആരാണ് ശരിയായ സത്യവിശ്വാസികൾ? എന്തൊക്കെയാണ് അവരുടെ ലക്ഷണങ്ങൾ? അതാണ് ഇനി പറയുന്നത്. 5 ലക്ഷണങ്ങളാണ് യഥാർത്ഥ വിശ്വാസികളുടെ 5 ലക്ഷണങ്ങളാണ് ഇനി ഇവിടെ വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം ആയത്ത് പഠിക്കാം, എന്നിട്ട് വിശദീകരിക്കാം. 2-3 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون اللهم اجعلنا منهم. اللهم إنما കൂട്ടത്തിൽപ്പെടുത്തുന്ന റബ്ബേ, മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ എന്താണ്? ഇന്നമൽ മുഅ്മിനൂൻ, നിശ്ചയമായി മുഅ്മിനീങ്ങൾ. ആരാണ് അവർ? അല്ലദീന, അവരൊരു വിഭാഗം ആളുകളാണ്. ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിനെ അനുസ്മരിക്കപ്പെട്ടാൽ, അല്ലാഹു എന്നവർ പറഞ്ഞു കേട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറകൊള്ളും.
വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറക്കും. അല്ലാഹ് എന്ന് കേട്ട. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ആയാത്തുകൾ അവർക്ക് അങ്ങനെ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദതുഹും ഈമാന, അവരുടെ ഈമാൻ അങ്ങനെ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എല്ലാ കാര്യങ്ങളും അവർ അല്ലാഹുവിൽ പരമേൽപ്പിക്കുകയും ചെയ്യും. വിശദീകരണം തുടരുക. അല്ലദീന യുഖീമൂന സ്വലാഹ്, അവർ ആരാണ്? അല്ലദീന, ഒരു വിഭാഗമാണ്. യുഖീമൂന സ്വലാഹ്, നിസ്കാരം കൃത്യമായി മുറപ്രകാരം അനുഷ്ഠിക്കുന്നവരാണവർ. മിമ്മാ റസഖ്നാഹും യൻഫിഖൂൻ, മിമ്മാ റസഖ്നാഹും, നമ്മൾ അവർക്ക് കൊടുത്തതിൽ നിന്ന്, നമ്മൾ അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന്, യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ്. ഒന്നാമത്തെ ഗുണം എന്താണ്? ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം നടുങ്ങും, പേടിക്കും, വിറക്കും. അല്ലാഹുവിന്റെ മഹത്വം, പരമമായ അധികാരശക്തി, ശിക്ഷയുടെ കാഠിന്യം, നമ്മൾ ചെയ്യുന്നതൊക്കെ അല്ലാഹു കാണുന്നു എന്ന വിചാരം, നമ്മൾ കരുതുന്നത് പോലും റബ്ബ് അറിയുന്നു എന്ന ചിന്ത, നമ്മളെ മുന്നിൽ നിർത്തി ഹാജരാക്കി വിചാരണ ചെയ്യുമെന്ന ചിന്ത, ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഹൃദയം നടുങ്ങൂലേ? അവരാണ് മുഅ്മിനീൻ. വേണ്ടാത്ത എന്തെങ്കിലും തെറ്റുകൾ ചെയ്യാൻ ഇറങ്ങുമ്പോൾ അല്ലാഹ് എന്ന ഓർമ്മ വരേണ്ട താമസം, ഉടനെ മനസ്സിൽ പേടി വരും, പിന്മാറുകയും ചെയ്യും. അള്ളാഹുവിനെ കുറിച്ച് പേടി തോന്നിയാൽ പിന്നെ തെറ്റ് ചെയ്യോ? ഇല്ലല്ലോ. സ്വർഗവാസികളായ മുത്തഖീങ്ങളെ പറ്റി വിവരിക്കുന്ന കൂട്ടത്തിൽ സൂറത്ത് ആലി ഇമ്രാനിൽ 135-ാമത്തെ ആയത്തിൽ നമ്മൾ ഇതേ വിഷയം പഠിച്ചിട്ടുണ്ട് അല്ലേ? والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم. മുഅ്മിനീങ്ങളെ ആളുകൾ വേണ്ടാത്തരം എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ ചെയ്തു പോയാൽ പെട്ടെന്ന് അല്ലാഹു ഓർമ്മ പിന്മാറും, എന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യും. ആട്ടെ, രണ്ടാമത്തെ ഗുണം പറഞ്ഞത് എന്താ? വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, അല്ലാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ വാക്യങ്ങൾ കേട്ടാൽ അവരുടെ വിശ്വാസം വർദ്ധിക്കും. വിശുദ്ധ ഖുർആൻ ഓരോ വാക്യം കേൾക്കുമ്പോഴേക്കും പരിശുദ്ധ ദീൻ സത്യമാണെന്ന ബോധ്യം അവർക്ക് ഉറക്കും, വിശ്വാസം ദൃഢമാകും, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഉത്സാഹമുണ്ടാകും, ഉന്മേഷം കൂടും, വേണ്ടാത്തരങ്ങളിൽ നിന്ന് പിന്മാറും. അവർ കപടവിശ്വാസികൾ അങ്ങനെയല്ല. അവർക്ക് ആ ഓരോ ആയത്ത് കേൾക്കുമ്പോഴും മനസ്സിലെ കാപട്യം എന്ന രോഗം കൂടുകയാണ് ചെയ്യുക. അല്ലാഹു തആല ഖുർആനിൽ പല സ്ഥലത്തും അത് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ വിഷയം വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ എല്ലാം പരമേൽപ്പിക്കുന്ന ആളുകളാണ്. കാര്യകാരണ ബന്ധമനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലെത്താതിരിക്കാനുള്ള പല തടസ്സങ്ങളുണ്ടാവാം. അത് നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. മാത്രമല്ല, ശരിയായ സഹായം അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് മാത്രമാണ് ലഭിക്കുക. അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് നമ്മൾ സർവജ്ഞനായ സർവശക്തനായ അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ശരിയായ തവക്കുൽ ഉണ്ടാവണമെന്നർത്ഥം. അതങ്ങനെ ബോർഡിൽ എഴുതിയേക്കാൻ, പെരന്റെ ബോർഡിൽ, പെരയിൽ, ചുമരിൽ തവക്കൽ ചലാം കുസാരൊക്കെ എഴുതിയേക്കും. വണ്ടിയിൽ തവക്കൽ ചലാമുള്ള ബോർഡ് നമ്മൾ തൂക്കിയിടും. ആ തൂക്കിയിട്ടതുകൊണ്ടോ ചുമരിൽ എഴുതിയിട്ടുണ്ടെന്ന കാര്യമില്ല. ശരിയായ തവക്കുൽ ഉണ്ടാവും. എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കാൻ കഴിയും. പ്രയാസങ്ങൾ വരുമ്പോൾ റബ്ബിലേക്ക് ഏൽപ്പിക്കണം, ക്ഷമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാലാമത്തെ ഗുണം നോക്കൂ, അല്ലദീന യുഖീമൂന സ്വലാഹ്, നിസ്കാരം മുറപ്രകാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളുകൾ. വിശ്വാസം ദൃഢമാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ഗുണമാണിത്. നിസ്കാരം കൃത്യനിഷ്ഠതയോടുകൂടി, നിബന്ധനകളൊക്കെ പാലിച്ച്, മര്യാദകളൊക്കെ പാലിച്ച്, മനസ്സാന്നിധ്യത്തോടുകൂടെ, ഭയഭക്തിയോടെ അനുസരിച്ചു. അഞ്ചാമത്തെ ഗുണം വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാഹു നൽകിയ പൈസ ചെലവഴിക്കും. നമ്മൾ കൊടുത്തതെന്ന് പറഞ്ഞത് ശ്രദ്ധിക്കണം. വമിമ്മാ റസഖ്നാഹും, നമ്മൾ അവർ കൊടുത്തതിൽ നിന്ന് അടിച്ചെടുക്കും. സമ്പത്തിന്റെ യഥാർത്ഥ ഉടമ റബ്ബാണ്, അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നിർദ്ദേശിക്കുന്നത് പോലെയാണ് അത് ചെലവഴിക്കേണ്ടത്. അത് നിർബന്ധമായ ചെലവഴിക്കലുണ്ട്, സക്കാത്ത് പോലെ, ഐച്ഛികമായ സുന്നത്തായ ചെലവഴിക്കലുണ്ട്, സദഖകൾ പോലെ, അല്ലേ? അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട കടമകളിൽ പ്രധാനമാണ് നിസ്കാരം. മനുഷ്യരോട് നിർവഹിക്കേണ്ട കടമകൾ പ്രധാനമാണ് സക്കാത്ത്. അതുകൊണ്ടാണ് അത് രണ്ടും പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടല്ല, വളരെ പ്രധാനപ്പെട്ട രണ്ടെണ്ണം പറഞ്ഞു. ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ, ഈ 5 ഗുണങ്ങൾ ആരൊക്കെ കൊണ്ടു നടക്കുന്നുവോ അവരാണ് ശരിയായ സത്യവിശ്വാസികൾ. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ ദർജകളുണ്ട്, പദവികളുണ്ട് എന്നാണ് ഇനി അടുത്ത 4-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. പക്ഷെ എല്ലാവർക്കും ഒരേ പദവി അല്ല കേട്ടോ. ഓരോരുത്തരുടെയും ഉദ്ദേശശുദ്ധി, ഭയഭക്തി,
പ്രതികൂല സാഹചര്യങ്ങൾ ഇങ്ങനെ പലതും അടിസ്ഥാനപ്പെടുത്തി ഓരോരുത്തർക്കും കിട്ടുന്ന പ്രതിഫലം വ്യത്യസ്തങ്ങളായിരിക്കും. ഓരോരുത്തരുടെയും ദറജകൾ, ലെവലുകൾ വേറെ വേറെ ആയിരിക്കും. എല്ലാവർക്കും പാപമോചനവും സ്വർഗീയ ജീവിതവും ലഭിക്കുകയും ചെയ്യും. ആയത്ത് നോക്കാം, 4-ാമത്തെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം മഗ്ഫിറത്തുൻ വമഗ്ഫിറത്തുൻ വരിസ്ഖുൻ കരീം. ഉലൈക അവർ അക്കൂട്ടർ, ഹുമുൽ മുഅ്മിനൂന അവർ തന്നെയാണ് സത്യവിശ്വാസികൾ, ഹഖ്ഖൻ ശരിയായ സാക്ഷാൽ സത്യവിശ്വാസികൾ അവരാണ്, സത്യമായിട്ടും അവരാണ് സത്യവിശ്വാസികൾ. ലഹും അവർക്കുണ്ട്, ദറജാത്തുൻ ഒട്ടേറെ ഉന്നത പദവികളുണ്ട്, ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അടുക്കൽ, വമഗ്ഫിറത്തുൻ പാപമോചനവുമുണ്ട്, വരിസ്ഖുൻ കരീം സമാദരണീയമായ ആഹാരവും അവർക്കുണ്ട്, സമാദരണീയമായ ഭക്ഷണ വിഭവങ്ങളും അവർക്കുണ്ട്. സ്വർഗത്തിൽ തന്നെ പല ദർജകളാണല്ലോ. 100 ദർജകളുണ്ട് എന്നാണ്, 100 ലെവലുകളുണ്ട് സ്വർഗത്തിൽ. ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ചാണ് ഓരോരുത്തരും വ്യത്യസ്ത പദവികളിൽ പ്രവേശിപ്പിക്കപ്പെടുക. അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്. 5 മുതൽ 8 വരെ ആയത്തുകളാണ് നമ്മൾ പഠിക്കുന്നത്. ബദർ യുദ്ധത്തിലെ ഗനീമത്ത് സ്വത്തുക്കൾ സംബന്ധിച്ചുണ്ടായ അഭിപ്രായ ഭിന്നത, അതിൽ അള്ളാഹു വിധി പറഞ്ഞത്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ വിധി എല്ലാവരും സ്വീകരിച്ചു. മനസ്സിലുണ്ടായിരുന്ന വിഷമമൊക്കെ ആ വിധി വന്നതോടെ പോയി, അവർ ഒഴിവാക്കി ഉപേക്ഷിച്ചു. ഇതുപോലെയുള്ളൊരവസ്ഥ തന്നെയായിരുന്നു ബദർ യുദ്ധത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെടുന്ന സമയത്തും ഉണ്ടായത്. അതാണ് ഇനി പറയുന്നത്. തികച്ചും അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിലാണ് ബദർ യുദ്ധം നടന്നത്. ഒരിക്കലും ഒരു യുദ്ധം പ്രതീക്ഷിച്ച് പുറപ്പെട്ടതല്ല നബിയും സഹാബത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ശത്രുക്കൾ അവരെ ഉന്മൂലനം ചെയ്യാൻ മക്കയിൽ നിന്ന് ഒരുങ്ങി പുറപ്പെട്ടു വരികയാണ്. യുദ്ധം അനിവാര്യമായി വന്ന ഘട്ടമാണ്. മുസ്ലിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ചില ആളുകൾ മക്കയിൽ നിന്ന് വരുന്ന സൈന്യത്തെ നേരിടുന്ന കാര്യത്തിൽ അവർക്ക് പ്രയാസം തോന്നി. അവർ പറഞ്ഞു, റസൂലുള്ളാഹിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം ചോദിച്ചപ്പോൾ, നമുക്ക് തിരിച്ചു പോകാം, നമുക്ക് കച്ചവട സംഘത്തെ പിന്തുടരാം, നമുക്ക് യുദ്ധത്തിന് വരുന്ന സൈന്യത്തെ നേരിടണ്ട, നമുക്ക് കച്ചവട സംഘത്തിന്റെ പിന്നാലെ പോകാം, അതാണ് താരതമ്യേന എളുപ്പം. അങ്ങനെ ആദ്യഘട്ടത്തിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നർത്ഥം. കൺമുന്നിലുള്ള മരണത്തിലേക്ക് നടന്നു ചെല്ലാൻ പൊതുവെ ആരും ധൈര്യപ്പെടില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ ആയത്തിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം അവരോട് വീണ്ടും ചർച്ച ചെയ്തു, അവരുടെ അഭിപ്രായം വീണ്ടും തേടി. അങ്ങനെയാണ് മുഹാജിറുകളും അൻസ്വാറുകളും ഒരേപോലെ അഭിപ്രായപ്പെട്ടത്, നമുക്ക് സൈന്യത്തെ തന്നെ നേരിടാം, ഞങ്ങൾ എന്തിനും സന്നദ്ധരാണ്. അങ്ങനെയാണ് അവർ ഒരുങ്ങിപ്പുറപ്പെട്ടതും ബദറിൽ മഹാവിജയം നേടിയത്. അതാണ് അള്ളാഹുവിന്റെ തീരുമാനം. അവൻ ചെയ്ത വിജയ വാഗ്ദാനം നിറവേറ്റിക്കൊടുക്കുകയും ചെയ്തു. സത്യവും അസത്യവും അവിടെ വേർതിരിഞ്ഞു. അസത്യം നാമാവശേഷമായി പോയി. സത്യനിഷേധികൾ പരാജയപ്പെട്ടു. അബൂജഹൽ അടക്കമുള്ള പ്രമുഖർ കൊല്ലപ്പെട്ടു. 70 ആളുകൾ കൊല്ലപ്പെട്ടു. അത്ര തന്നെ പേർ തടവിലാവുകയും ചെയ്തു. ആദ്യം വിഷമം പറഞ്ഞിരുന്ന ആളുകൾ പോലും യുദ്ധമുഖത്തേക്ക് പോകണ്ട, നമുക്ക് സൈന്യത്തെ പിന്തുടരേണ്ട, കച്ചവട സംഘത്തെ പിന്തുടരാൻ പോരെ എന്ന് പറഞ്ഞിരുന്നവരടക്കം എല്ലാവർക്കും സന്തോഷിക്കാൻ വക നൽകിയ മഹത്തായ വിജയമായി മാറി ബദറിലേത്. അപ്പൊ നമ്മൾ മനുഷ്യർ കണക്കു കൂട്ടതിനനുസരിച്ചോ നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ ആസൂത്രണത്തിനനുസരിച്ചോ ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുക, അള്ളാന്റെ ഉദ്ദേശം അനുസരിച്ച്. അതുകൊണ്ട് നിങ്ങൾ അവന്റെ കൽപ്പനകൾ, അവന്റെ നിർദ്ദേശങ്ങൾ മടി കൂടാതെ അനുസരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊരു പാഠമാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. നമുക്ക് ആയത്തുകൾ പഠിക്കാം, എന്നിട്ട് ഒന്നുകൂടെ വിശദീകരിക്കാം. ശരിക്ക് ഈ സൂറത്തിലെ ആയത്തുകളൊക്കെ ശരിക്കും മനസ്സിലാവണമെങ്കിൽ ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലം ശരിക്കും മനസ്സിലാക്കണം. ഇൻഷാല്ലാഹ് നമുക്ക് വിശദീകരിക്കാം, ആയത്ത് പഠിക്കാം. 5, 6, 7, 8 ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ് വഇന്ന ഫരീഖൻ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ.
يجادلونك بالحق بعدما تبين كأنما يساقون إلى الموت وهم ينظرون وإذ يعدكم الله إحدى الطائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين ليحق الحق ويبطل الباطل ولو كره المجرمون صدق الله العظيم. എന്താണ് അഞ്ചാമത്തെ ആയത്ത്? കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ്. സത്യവിശ്വാസികൾ ഒരു സംഘം അനിഷ്ടമുള്ളവരായിരിക്കെ തന്നെ സത്യസന്ധമായ ഒരു വിഷയത്തിന് നാഥൻ താങ്കളെ താങ്കളുടെ വീട്ടിൽ നിന്നും ഇറക്കിയപ്പോഴുണ്ടാവുന്ന അതേ അവസ്ഥ പോലെ തന്നെ. കാരണം നേരത്തെ വനീമത്ത് സ്വത്ത് ഓരി വെക്കുന്ന സമയത്ത് ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായെന്ന് പറഞ്ഞില്ല. അതേപോലെ തന്നെ അതുപോലെ തന്നെ എപ്പോഴും ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരെയും യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടു പോരുന്ന സമയത്തും ഉണ്ടായിരുന്നു. അങ്ങയെ ഇറക്കിയപ്പോഴുണ്ടായതുപോലെയുള്ള അവസ്ഥ. ആരാ ഇറക്കിയത്? റബ്ബുക, അങ്ങയുടെ രക്ഷിതാവ്, മിൻ ബൈതിക, അങ്ങയുടെ വീട്ടിൽ നിന്ന്, ബിൽ ഹഖ്, സത്യസന്ധമായ ഒരു വിഷയത്തിന് വേണ്ടി അങ്ങയുടെ വീട്ടിൽ നിന്ന് അല്ലാഹു തആല ഇറക്കിയപ്പോഴുണ്ടാവുന്ന അവസ്ഥ പോലെ തന്നെ. യുദ്ധം കഴിഞ്ഞപ്പോ ഗനീമത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കിച്ചു അല്ലേ എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങി പുറപ്പെട്ട സമയം എന്നർത്ഥം. അങ്ങനെ ഒരുങ്ങി പുറപ്പെട്ടപ്പോ വഇന്ന ഫരീഖൻ, തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽപ്പെട്ട, ലകാരിഹൂൻ, അനിഷ്ടമുള്ളവരായിരുന്നു. യുദ്ധത്തിന് വരാൻ, സൈന്യത്തെ നേരിടാൻ വെറുപ്പുള്ള ആളുകളായിരുന്നു. ആ സമയത്ത് അവർക്ക് ഇഷ്ടക്കാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോ വനീമത്ത് ഓരി വെക്കുന്ന സമയത്തും ചെറിയ ഇഷ്ടക്കേട് ചില ആളുകൾക്കുണ്ടായി, അല്ലെങ്കിൽ അഭിപ്രായം ഉണ്ടായി. തങ്ങള് ആയത്തിന്റെ ആശയം മനസ്സിലായല്ലോ അല്ലെ? സത്യവിശ്വാസികളിൽപ്പെട്ട ഒരു സംഘം അനിഷ്ടമുള്ളവരായിരിക്കെ തന്നെ സത്യസന്ധമായ ഒരു വിഷയത്തിന് അള്ളാഹു താങ്കളുടെ വീട്ടിൽ നിന്ന് ഇറക്കിയപ്പോൾ ഉണ്ടായ അവസ്ഥ പോലെ തന്നെ. ഒന്നാമത്തെ ആയത്തിനോട് കണക്ട് ചെയ്യണം. ആ അവസ്ഥ പോലെ തന്നെയാണ് ഗനീമത്തിന്റെ വിഷയത്തിൽ ഉണ്ടായതെന്നാണ്. എന്താണ് ആ മുഅ്മിനീങ്ങൾ അവർക്ക് ഇഷ്ടക്കേടുണ്ടായിരുന്നു പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. യുജാദിലൂനക, അവർ അങ്ങയോട് തർക്കിക്കുകയാണ്, ഫിൽ ഹഖ്, ന്യായമായ ആ കാര്യത്തിൽ. പോണോ പോണ്ടേ എന്ന് ചോദിച്ചപ്പോ വേണ്ട, നമുക്ക് കച്ചവട സംഘത്തെ പിന്തുടരാമെന്ന് പറഞ്ഞില്ലേ. നമ്മൾ ഒരുങ്ങി വന്നതല്ലല്ലോ, അതുകൊണ്ട് യുദ്ധത്തിന്റെ ഒരുക്കം നമ്മൾ നടത്തിയിട്ടില്ല, അതുകൊണ്ട് സൈന്യത്തെ നേരിടേണ്ട, കച്ചവട സംഘത്തെ നമുക്ക് പിടിക്കാൻ പോകാം എന്നവർ പറഞ്ഞ വിഷയം അതാണ്. യുജാദിലൂനക, അവർ അങ്ങയോട് തർക്കിക്കുന്നു, ഫിൽ ഹഖ്, സത്യസന്ധമായ ആ ന്യായമായ ആ കാര്യത്തിൽ. ബഅദമാ തബയ്യന, വസ്തുത വ്യക്തമായതിനു ശേഷവും. കഅന്നമാ യുസാഖൂന, അവർ വലിച്ചിഴക്കപ്പെടുന്നത് പോലെ, ഇലൽ മൗത്തി, മരണത്തിലേക്ക്. വഹും യൻദുറൂൻ, അവർ നോക്കി നിൽക്കെ മരണത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് പോലെ ഒരു ഇഷ്ടക്കേട് അവർക്ക്. കാര്യങ്ങളൊക്കെ വ്യക്തമായതിനു ശേഷവും പിന്നെ സൈന്യത്തെ നേരിടാൻ അവർക്ക് കാരിഹൂൻ, അവർ പല ആളുകളും വിഷമുള്ള ആളുകളായിരുന്നു. ആ രംഗം അല്ലാഹു തആല പറയുന്നു നോക്കൂ. കഅന്നമാ യുസാഖൂന ഇലൽ മൗത്ത്, മരണത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കെ മരണത്തിലേക്ക് വലിച്ചടക്കപ്പെടുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. അതുകൊണ്ടാണ് അവർ യുദ്ധത്തിന് ഞങ്ങളില്ല, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ പോരെ എന്നവർ പറഞ്ഞത് എന്ന് ചുരുക്കം. ആയത്തിന്റെ അർത്ഥം എന്താണ്? വസ്തുത വ്യക്തമായിട്ടും ന്യായമായ ആ കാര്യത്തിൽ താങ്കളോട് അവർ തർക്കിക്കുകയാണ്, നോക്കി നിൽക്കെ മരണത്തിലേക്ക് വലിച്ചടക്കപ്പെടുന്നത് പോലെ. അല്ലാഹു തആല തീരുമാനം അടുത്ത ആയത്തിൽ പറയുന്നു. അപ്പൊ ഒന്നുകിൽ കച്ചവട സംഘം അല്ലെങ്കിൽ സൈന്യത്തെ നേരിടും. രണ്ട് ഓപ്ഷനാണ് പറഞ്ഞത്. അല്ലാഹു തആല അവർക്ക് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, രണ്ടാലൊരു സംഘം നിങ്ങൾക്ക് അധീനപ്പെടും, നിങ്ങൾ രണ്ടാലൊരു സംഘത്തെ ജയിച്ചടക്കും. അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്ത ആ സന്ദർഭം സ്മരണീയമാണ്, നിങ്ങൾ ഓർക്കണം. എന്താ വാഗ്ദാനം ചെയ്തത്? രണ്ടാലൊരു വിഭാഗത്തെ, ഒന്നെങ്കിൽ കച്ചവട സംഘത്തെ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ യുദ്ധത്തിൽ നിങ്ങൾ ജയിക്കും. അന്നഹാലക്കും, ആ
രണ്ടാലൊരു വിഭാഗം അന്നഹ നിശ്ചയമായും ആ രണ്ടാലൊരു വിഭാഗം ലക്കും നിങ്ങൾക്ക് ലഭിക്കും എന്ന് അള്ളാഹു നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത ആ സന്ദർഭം ഓർക്കണം. പക്ഷെ നിങ്ങൾ ആഗ്രഹം എന്താ? നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആയുധശേഷിയില്ലാത്ത സംഘം സ്വായത്തമാക്കണമെന്നാണ്. വലിയ ശക്തിയില്ലാത്ത സംഘം സ്വായത്തമാക്കിയാൽ കൊള്ളാമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് കച്ചവട സംഘം. അവര് കുറച്ചാൾക്കാരേ ഉള്ളൂ. ആ കുറച്ചാൾക്കാർ പിന്നാലെ പോയാൽ ഓരോ വലിയ ആയുധങ്ങളോ സന്നാഹങ്ങളോ ഒന്നും ഉണ്ടാവും. നമ്മൾ 10-300 ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താം. അങ്ങനെ താരതമ്യേന റിസ്ക് കുറഞ്ഞ, ആയുധശേഷി കുറഞ്ഞ, ശക്തിയില്ലാത്ത സംഘത്തെ പിടികൂടണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. പക്ഷെ അള്ളാഹു തആല രണ്ടാലൊന്ന് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നു അന്ന ഗൈറദാത്തി ശൗകത്തി, ശക്തിയില്ലാത്ത സംഘം തൊക്കൂനുകൾക്കും നിങ്ങൾക്ക് ലഭിക്കണമെന്ന്. എന്നാണ് കച്ചവട സംഘമാണ് ഉദ്ദേശം. ദാത്തി ശൗക്ക എന്ന് പറഞ്ഞാൽ ആയുധശേഷിയില്ലാത്ത, ശക്തിയില്ലാത്ത മക്കൾ. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? അവന്റെ ഉത്തരവുകൾ മുഖേന, അവന്റെ കലിമാത്തുകൾ, വചനങ്ങൾ മുഖേന സത്യം സാക്ഷാത്കരിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മുറിച്ചു കളയാനും, ദാബിറൽ കാഫിരീൻ, സത്യനിഷേധികളുടെ മുരടു തന്നെ മുറിച്ചു കളയാനുമാണ്. കാരണം അവരെ ഉന്മൂലനം ചെയ്യാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ദാബിർ എന്ന് പറഞ്ഞാൽ മുരട് എന്നൊക്കെ പറയും. കാഫിരീങ്ങളുടെ മുരട് തന്നെ മുറിച്ചു കളയാൻ. ഇതാണ് അള്ളാഹുന്റെ ഉദ്ദേശം. എന്തിനാണ് അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്? ലിയുഹിക്കൽ ഹഖ്ഖ, സത്യം സ്ഥിരപ്പെടുത്താൻ വേണ്ടി, സത്യം സത്യമായി തന്നെ പുലർത്താൻ വേണ്ടി, വയുബത്തുൽ ബാത്തില, ബാത്തുലിനെ നിഷ്പ്രഭമാക്കാൻ വേണ്ടി, ബാത്തുലിനെ ശിഥിലമാക്കാൻ, നശിപ്പിക്കാൻ വേണ്ടി. വലൗ കരിഹൽ മുജ്രിമൂൻ, കുറ്റവാളികൾ അത് വെറുക്കുന്നുണ്ടെന്നെങ്കിലും, കുറ്റവാളികൾക്ക് അത് വെറുപ്പാണ്. സത്യമായി പുലരുന്ന കുറ്റവാളികൾക്ക് വെറുപ്പാണ്. അപ്പൊ വലൗ കരിഹൽ മുജ്രിമൂൻ, കുറ്റവാളികൾ വെറുക്കുന്നുവെങ്കിലും സത്യം സാക്ഷാത്കരിക്കാനും ബാത്തുലിനെ നിഷ്ഫലമാക്കാനുമാണ് അല്ലാഹു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ ഉദ്ദേശം എന്താ? കച്ചവട സംഘത്തിന് പിന്നാലെ പോയി റിസ്ക് ഇല്ലാത്ത അത് നിങ്ങൾക്ക് കിട്ടണമെന്നാണ്. പക്ഷേ അള്ളാഹു രണ്ടാളും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു തന്നിട്ടുണ്ട്. ഒന്നുകിൽ അത്, അല്ലെങ്കിൽ ഇത്. അപ്പൊ നിങ്ങൾ യുദ്ധത്തിന് മുന്നേറണം എന്നതാണ് അള്ളാഹുവിന്റെ താല്പര്യം എന്നാണ് അവിടെ നിന്ന് മനസ്സിലാവുന്നത്. പരിശുദ്ധമായ ദീൻ, ഇവിടെ അതിന് സ്ഥിരീകരണം വേണം, അതിന് പ്രചാരണ സ്വാതന്ത്ര്യം ഉണ്ടാവണം, അതിന്റെ നിഷേധികളുടെ ശക്തിയും സ്വാധീനവും നാമാവശേഷമാവണം. അതായിരുന്നു അള്ളാഹുവിന്റെ ഉദ്ദേശം. അതാണ് അവൻ നടത്തി വരുത്തിയത്. ഇനി നമുക്ക് ബദറിന്റെ പശ്ചാത്തലം ഒന്ന് നോക്കാം. അപ്പോഴാണ് ഈ ആയത്തുകൾ ശരിക്കും മനസ്സിലാവുക ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് മക്കയിലെ മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായി കടുത്ത മർദ്ദനങ്ങൾ സഹിച്ചുകൊണ്ടിരുന്നല്ലോ. നമ്മൾ പറഞ്ഞു നേരത്തെ. എത്ര വലിയ പ്രയാസമാണെങ്കിലും ക്ഷമിക്കാനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല നിർദ്ദേശിച്ചത്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവൻ തന്നെ അപായപ്പെടുത്താൻ അവർ പലവട്ടം ശ്രമിച്ചപ്പോൾ ഹിജ്റക്ക് അനുമതി നൽകുകയാണ് ചെയ്തത്. കാരണം അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നു. പക്ഷെ അവിടെയും സ്വൈരം കൊടുത്തില്ല. അങ്ങനെ വന്നപ്പോഴാണ് പ്രതിരോധത്തിന് അല്ലാഹു തആല അനുമതി നൽകിയത്. ഹിജ്റയുടെ 2-ാം കൊല്ലമാണ് പ്രതിരോധത്തിന് അനുമതി ലഭിച്ചത്. അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളുടെ ചലനങ്ങളും മറ്റൊക്കെ മനസ്സിലാക്കാൻ സ്വഹാബികളെ ചെറു സംഘങ്ങളായി അറേബ്യയുടെ പല ഭാഗത്തേക്കും അയക്കാറുണ്ടായിരുന്നു. അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. മക്കയിലെ പോലെ അല്ലല്ലോ മദീനയിൽ മുസ്ലിങ്ങൾ. മദീന എന്നൊരു രാഷ്ട്രമായി രൂപപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം രാഷ്ട്രമാണ്, വ്യവസ്ഥാപിതമായ ഭരണമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുസ്ലിങ്ങളുമായി എപ്പോഴും ഏറ്റുമുട്ടാൻ കാത്തിരിക്കുന്ന മക്കയിലെ ശത്രുക്കളുടെ ഒരു കച്ചവട സംഘം ഒരുപാട് സമ്പത്തുമായി സിറിയയിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വരുന്നു എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുന്നത്. കൃഷിയോ മറ്റു തൊഴിലുകളോ ഒന്നും മക്കക്കാർക്കില്ല. ആകെ അവരെ വരുമാന മാർഗം കച്ചവട സംഘങ്ങളാണ്. ഷാമിലേക്കും യമനിലേക്കുമാണ് അവർ കച്ചവട യാത്രകൾ നടത്തിയിരുന്നത്. സൂറത്തുൽ ഈലാഫ് ഖുറൈശ്, സൂറത്ത് ഖുറൈശിന്റെ ആവശ്യം അല്ലാഹു തആല പറയുന്നുണ്ട്. ആ സൂറത്തിന് പ്രമേയം തന്നെ അതാണ്, അവരുടെ യാത്രയാണ്. നമ്മൾ ഈ പറയുന്ന കച്ചവട സംഘം മക്കക്കാർക്കെല്ലാം ഷെയറുള്ള വലിയൊരു കച്ചവട സംഘമാണ്. മക്കയിലെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അവരെ കൊണ്ട് കഴിയുന്നത്ര മുതൽ മുടക്ക് അതിൽ ചെയ്തിട്ടുണ്ട്. അവരുടെ സാമ്പത്തിക ഭദ്രതക്കും അഹങ്കാരത്തിനും കാരണം ഇത്തരം യാത്രകളും അതിലൂടെ ലഭിക്കുന്ന സമ്പത്തുമാണ്. അതിന് പോറലേറ്റാൽ അവരുടെ ജീവനാടി തകരുന്നത് പോലെയാണ്. പിന്നെ അവർക്ക് അനങ്ങാൻ കഴിയില്ല. അവരുടെ അഹങ്കാരം അതോടെ തീരും.
എപ്പോഴും മുസ്ലിങ്ങളെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ആ ശത്രുക്കളുടെ സാമ്പത്തിക ശേഷി തകർക്കുക എന്നത് അവരെ തളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ കച്ചവടത്തിലൂടെ കിട്ടിയ സമ്പത്ത് മുഴുവൻ വീണ്ടും മുസ്ലിങ്ങൾക്കെതിരെ അവർ ഉപയോഗിക്കും, യുദ്ധം ചെയ്യാനും ബുദ്ധിമുട്ടിക്കാനും വരും. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് സിറിയയിൽ നിന്ന് വരുന്ന കച്ചവട സംഘത്തെ ഉപരോധിക്കാനും അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുവാനും അങ്ങനെ ശത്രുക്കളെ ശക്തി ക്ഷയിപ്പിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചു. ഇത് കൊള്ളയല്ല, കവർച്ചയല്ല. നിഷ്പക്ഷ ബുദ്ധിയോടെ ചിന്തിച്ച് കാര്യം മനസ്സിലാക്കുന്ന ആരും ഇത് കൊള്ളയാണെന്ന് പറയില്ല, വെറും കൊള്ളയാണെന്ന് പറയില്ല. രണ്ട് വിഭാഗങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രണ്ട് ടീം, രണ്ട് രാജ്യങ്ങൾ ഉദാഹരണമായി യുദ്ധത്തിലാണെന്ന് വെച്ചോളൂ. യുദ്ധത്തിന്റെ അവസ്ഥയിലാണ്. അപ്പോ ഓരോ കക്ഷിയും അവരുടെ എതിർ കക്ഷിയുടെ ശക്തി ക്ഷയിപ്പിക്കാനും നശിപ്പിക്കാനുള്ള എളുപ്പമാർഗം നോക്കും. അത് യുദ്ധത്തിന്റെ ഒരു രീതിയാണ്. എല്ലാവരും ഇന്നത്തെ കാലത്തും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. രണ്ട് രാജ്യങ്ങൾ ശത്രുതയിലാൽ, രണ്ട് ടീം ശത്രുതയിലാണെങ്കിൽ രണ്ടുപേരും മറുകൂട്ടരുടെ ശക്തി ക്ഷയിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും എളുപ്പമാർഗങ്ങളും നോക്കും. അതുപോലെ തന്നെയാണ് ഈ സംഭവം. ഇപ്പോ യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ അവര് യുദ്ധസാമഗ്രികൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളാണ് ആദ്യം ബോംബിടുക. അതാണ് തകർത്ത ആരെ ശക്തി ക്ഷയിച്ചില്ലേ? അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവർ ഹൗസ്, ആഹാര സാധനം സൂക്ഷിക്കുന്ന ഗോഡൌണുകൾ, കപ്പല്, ഇതൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് ബോംബിട്ട് നശിപ്പിക്കുന്നത് നമ്മൾ കാണാറില്ലേ? അപ്പൊ ഇങ്ങനെ യുദ്ധസമയത്ത് ഒരു കക്ഷി മറ്റേ കക്ഷിയുടെ കപ്പലോ മറ്റോ തകർത്താൽ, പിടിച്ചെടുത്താൽ അതിന് കൊള്ള കവർച്ചെന്ന് ആരെങ്കിലും പറയോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ സംഭവവും. സിറിയയിൽ നിന്ന് വരുന്ന ശത്രുക്കളുടെ കച്ചവട സംഘത്തെ നേരിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും പുറപ്പെട്ടത് അനീതിയല്ല, അന്യായമല്ല. മാത്രമല്ല മർദ്ദകരും യുദ്ധക്കുതിയന്മാരുമായ ശത്രുക്കളുടെ നട്ടല്ലൊടിക്കാനും അതുവഴി നാട്ടിൽ സമാധാനം ഉണ്ടാവാനും ആ ഒരു പുറപ്പാട് അനിവാര്യമായിരുന്നു എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും മദീനയിൽ നിന്ന് പുറപ്പെട്ടത് ഈ കച്ചവട സംഘത്തെ നേരിടുക എന്ന ഉദ്ദേശത്തോടെ മാത്രമായിരുന്നു. ചരിത്രകാരന്മാർക്ക് ആ വിഷയം പറഞ്ഞിട്ട് മുഫസ്സിറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു യുദ്ധം നടക്കുമെന്ന പ്രതീക്ഷയെ അവർക്കില്ലായിരുന്നു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 30-40 ആളുകൾ മാത്രമായിരുന്നു കച്ചവട സംഘത്തിലുണ്ടായിരുന്നത്. സഹാബികളാണെങ്കിൽ 300-ൽ പരം പേരും. അപ്പൊ ഈ ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിന് ആവശ്യമായ സാധന സാമഗ്രികളൊന്നും അവർ കൂടെ കരുതിയിരുന്നില്ല. കച്ചവട സംഘത്തെ പിടിക്കാൻ പോകില്ല. അവർ ആ 40 താഴെ ആളുള്ളൂ, നമ്മൾ 300 ഉണ്ട്. പിന്നെ ഇപ്പൊ ഇതിനെ കൂടുതൽ ആയുധങ്ങൾ എടുക്കേണ്ട കാര്യം? മദീനക്കാരനായ പ്രമുഖനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശിന്റെ കച്ചവട സംഘത്തെ ഉദ്ദേശിച്ച് മാത്രമാണ് പുറപ്പെട്ടത്. അങ്ങനെയാണ് മുൻകൂട്ടി ഒരു നിശ്ചയമില്ലാതെ ബദറിൽ വെച്ച് അള്ളാഹു മുസ്ലിങ്ങളെയും ശത്രുക്കളെയും ഒരുമിച്ച് കൂട്ടിയത്. തബൂക്ക് യുദ്ധം ഒഴികെ മറ്റെല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ പങ്കെടുത്ത ആളാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. പക്ഷെ ബദറിൽ മഹാനവറുകൾ പങ്കെടുത്തിരുന്നില്ല. അങ്ങനെ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം കൂടിയായിട്ടാണ് മഹാനവറുകൾ ഇങ്ങനെ പറഞ്ഞത്. അതായത് യുദ്ധം ഉദ്ദേശിച്ചല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്, അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. ഈ സൂറയിലെ 42-ാമത്തെ വാക്യം അത് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ പഠിക്കാം വിശദമായി. അങ്ങനെ ഈ ഒരു കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും നിർബന്ധിച്ചിട്ടുമില്ല. വാഹനവും മറ്റൊക്കെ റെഡിയുള്ള ആളുകൾ കൂടെ പോന്നോട്ടെ എന്ന് പറഞ്ഞു എന്നല്ലാതെ എല്ലാവരും പോരണമെന്നൊരു നിർബന്ധം അവിടെ നിന്ന് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിന് ഉദ്ദേശമില്ല എന്ന് ധരിച്ച് പല ആളുകളും മുന്നോട്ട് വന്നില്ല. അപ്പൊ റെഡിയായ ആളുകളെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്തത്. 313 പേരായിരുന്നു അവർ എന്നാണ് നമ്മൾ സാധാരണ പറയാറല്ലേ. 240-ൽ പരം അൻസ്വാരികളും ബാക്കി മുഹാജിറുകളും. വാഹനങ്ങളായി അവർ കയ്യിലുണ്ടായിരുന്നത് 2 കുതിരകളും 7 ഒട്ടകങ്ങളും മാത്രം. മാറി മാറി ഉപയോഗിച്ചാണ് അവർ യാത്ര ചെയ്തിരുന്നത്. ശത്രുക്കളുടെ കച്ചവട സംഘം വളരെ മുൻകരുതലോടെയാണ് സഞ്ചരിച്ചിരുന്നത്. അപകടങ്ങൾ പാത്തു പതുങ്ങി അവർക്കറിയാം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ വളരെ ശ്രദ്ധിച്ചാണ് യാത്ര ചെയ്തത്, ജാഗരൂകരായിരുന്നു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തേടി പുറപ്പെട്ടു എന്ന വാർത്ത അവർക്ക് കിട്ടി. ഉടനെ തന്നെ അവരെന്താ ചെയ്തത്? മക്കയിലേക്ക് വിവരം കൊടുത്തു. ഞങ്ങളെ പിടിക്കാൻ മുഹമ്മദ് ആളായിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിവരം കേട്ട ഉടനെ മക്കക്കാരെന്തായി? ആകെ സടകുടഞ്ഞ് എഴുന്നേറ്റ് എല്ലാവരും റെഡിയായി. കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാമാണ്. അതിനൊരു പോറലും ഏൽക്കാൻ പാടില്ല. അതിനെന്തെങ്കിലും സംഭവിച്ച പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും റെഡിയാവണമെന്ന് അബൂ ജഹൽ എല്ലാവരും
ഇറക്കി പുറപ്പെടുവിപ്പിച്ച് സർവായുധ വിഭൂഷിതരായി 1000-ഓളം യോദ്ധാക്കൾ അടങ്ങിയ ഒരു സംഘം സൈന്യം മക്കയിൽ നിന്ന് പുറപ്പെട്ടു. 100 കുതിരകളുണ്ട്, അവരുടെ കൂട്ടത്തിൽ 700 ഒട്ടകങ്ങളുണ്ട്. നമ്മൾ നോക്കണേ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ 2 കുതിരകളും 7 ഒട്ടകങ്ങളും മാത്രമാണ്. കച്ചവട സംഘം സിറിയയിൽ നിന്ന് ബദർ വഴിയാണ് വരുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച സൂചന. പക്ഷേ അബൂ സുഫിയാൻ ആണ് കച്ചവട സംഘത്തിന്റെ നേതൃത്വത്തിലുള്ളത് റളിയല്ലാഹു അൻഹു, പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന് അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ ബദറിലൂടെ വരാം. അതുകൊണ്ട് ആ നീക്കം പ്രതീക്ഷിച്ച് അവരെന്ത് ചെയ്തു? വഴി മാറി കടലിന്റെ തീരത്തേക്ക് മാറി അവർ രക്ഷപ്പെടുകയാണ് ചെയ്തത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടരുകയാണ്. റൗഹ എന്ന സ്ഥലത്തെത്തിയപ്പോ മക്ക മുശ്രിക്കുകൾ യുദ്ധത്തിന് തയ്യാറായി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന വിവരം ലഭിക്കുകയാണ്. അപ്പോ 2 ടീമാണ് ഇപ്പൊ എതിരിടാനുള്ളത്. ഒന്നുകിൽ കച്ചവട സംഘം, സിറിയയിൽ നിന്ന് വരുന്ന കച്ചവട സംഘം, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് അവരെ തകർക്കാൻ വരുന്ന സൈനിക സംഘം. ഈ 2-1 മുസ്ലിങ്ങൾക്ക് ലഭിക്കും, മുസ്ലിങ്ങളുടെ അധീനതയിലാകും എന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആ വാഗ്ദാനം സഹാബത്തിനെ അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹാബത്തിനോട് ഇങ്ങനെ ഒരു വാഗ്ദാനം അല്ലാഹു തആല തന്നിട്ടുണ്ട്, സൈന്യം അല്ലെങ്കിൽ കച്ചവട സംഘം 2-1. അതുകൊണ്ട് ആരെയാണ് നാം നേരിടേണ്ടത്? സഹാബത്തുമായി കൂടിയാലോചന നടത്തുകയാണ്. സ്വാഭാവികമായിട്ട് തുടക്കത്തിൽ ഒരു യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മളൊരു യുദ്ധം ഉദ്ദേശിച്ച് പുറപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ സൈന്യത്തോട് ഏറ്റുമുട്ടുന്നതിൽ ചില ആളുകൾ എതിർപ്പ്, വിയോജിപ്പ് പ്രകടിപ്പിച്ചു. മരണത്തിലേക്ക് വലിച്ചിഴക്കുന്നത് പോലെയുള്ള വെറുപ്പ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞതില്ലേ, നമ്മൾ ആദ്യം പറഞ്ഞില്ല, കന്നമായി സൗഹൂന എന്ന് പറഞ്ഞത്. അവരുടെ ആഗ്രഹം താരതമ്യേന പ്രയാസം കുറഞ്ഞ കച്ചവട സംഘമായിരുന്നു. അതാണ് അവർ കച്ചവട സംഘത്തെ കേസ് ചെയ്യാമെന്ന് പറഞ്ഞത്. നമുക്ക് ശക്തി കുറഞ്ഞ കച്ചവട സംഘത്തെ നേരിടാം, അങ്ങനെ നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ഒരു പട്ടാള സംഘത്തെ നേരിടാനുള്ള ഒരുക്കമോ കഴിവോ നമുക്കില്ലല്ലോ. നേരത്തെ വിവരം പറഞ്ഞ് ഒരുങ്ങിയിരുന്നുവെങ്കിൽ നമുക്കങ്ങനെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വരാമായിരുന്നു. ഇങ്ങനെയാണ് പലരും അഭിപ്രായം പറഞ്ഞത്. അതാണ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ച ആയത്തിലെ പല ആളുകളും കാരിഹൂൻ, പ്രയാസമുള്ള, വെറുപ്പുള്ള അല്ലെങ്കിൽ അനിഷ്ടമുള്ള ആളുകളായിരുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം, തങ്ങളെ മനസ്സിലുള്ളത് എന്താ? സൈന്യത്തെ നേരിടണം എന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വീണ്ടും വീണ്ടും ആളുകളുടെ അഭിപ്രായം ചോദിച്ചു, എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകൾ എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് സൈന്യത്തെ തന്നെ നേരിടാം എന്ന അഭിപ്രായം പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് മതിയാക്കിയില്ല. അവർ മുഹാജിരീങ്ങളാണ്, മക്കക്കാരാണ്. മദീനക്കാരായ അൻസാരികളുടെ അഭിപ്രായം കൂടി അറിയണം. ഇതാണ് അവിടുത്തെ താല്പര്യം. അവരുടെ നിലപാട് പ്രധാനമാണ്. കാരണം എന്താ? ബൈഅത്തുൽ അഖബയിലെ കരാറ് തന്നെ, ബൈഅത്തുൽ അഖബയിൽ ഒരു കരാറ് നടന്നിട്ടുണ്ട്. അതായത് ബൈഅത്തുൽ അഖബ എന്ന് പറഞ്ഞാൽ എന്താ? ഹിജ്റയുടെ മുമ്പ് മദീനയിൽ നിന്ന് ഹജ്ജിന് വന്നിരുന്ന അൻസാരികളായ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുകയും, നിങ്ങൾ മദീനയിൽ വരണം, മദീനയിൽ വന്നാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് ഒരു കരാറിൽ ഒപ്പിടുകയും ചെയ്തിരുന്നു. ആ കരാറിനാണ് ബൈഅത്തുൽ അഖബ എന്ന് പറയുന്നത്. അഖബ ഉടമ്പടി. അഖബ, അൽ അഖബ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇത് നടന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അഖബ ഉടമ്പടി അൻസാരികളുമായി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ മുഹാജിരിങ്ങളുടെ അഭിപ്രായം മാത്രം അറിഞ്ഞപ്പോൾ അൻസാരികളുടെ അഭിപ്രായം കൂടി അറിയണം. സത്യത്തിൽ ഈ ഉടമ്പടി പ്രകാരം മദീനയുടെ പുറത്തു വെച്ച് ശത്രുക്കൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കേണ്ട ബാധ്യത അൻസാറിനില്ല. മദീനക്കുള്ളിൽ സംരക്ഷണം നൽകാൻ എന്നാ പറഞ്ഞത്. ഇപ്പൊ അവരുള്ളത് മദീനക്ക് പുറത്താണ്. അപ്പൊ അതുകൊണ്ട് കരാർ പ്രകാരം അവർക്ക് ബാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം കൃത്യമായി മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിക്കുകയാണ്. ഏതായാലും ആ ആഗ്രഹം അൻസാരികൾക്ക് മനസ്സിലായി. ഞങ്ങളെയാണ് അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായപ്പോ അൻസാരികളുടെ നേതാവായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, അവിടുന്ന് ഞങ്ങളെയാണല്ലോ ഉദ്ദേശിക്കുന്നത്? അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി. അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അവിടെ ഒരു പ്രസംഗം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സന്തോഷിപ്പിച്ചൊരു പ്രസംഗം. ഞങ്ങൾ എന്തിനും തയ്യാറാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് എന്ത് പറഞ്ഞാലും അംഗീകരിക്കാൻ റെഡിയാണ്, മുന്നോട്ട് പോകണം, ഞങ്ങൾ അങ്ങയോടൊപ്പമുണ്ട്. ആ അഭിപ്രായം കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ സന്തോഷിക്കൂ,
ശത്രുക്കൾ നമ്മളുടെ വെട്ടേറ്റ് വീഴുന്ന സ്ഥലങ്ങൾ ഞാനിതാ കാണുന്നു. ഇതിനിടക്ക് കച്ചവട സംഘം വഴിമാറി സഞ്ചരിച്ച് രക്ഷപ്പെട്ട് മക്കയിലെത്തിയിരുന്നു. അങ്ങനെ മക്കയിലെത്തിയപ്പോ മക്കയിൽ നിന്ന് കുറെ ആൾക്കാർ, 1000-ഓളം ആളുകൾ ബദറിലേക്ക് ഇങ്ങോട്ട് സൈന്യ പുറപ്പാട് നടത്തി ഇങ്ങോട്ട് പോരുന്നുണ്ടല്ലോ. അപ്പൊ മക്കയിലെത്തിയ കച്ചവട സംഘത്തിന്റെ നേതാവ് അബൂ സുഫിയാൻ എന്ത് ചെയ്തു? റളിയല്ലാഹു അൻഹു ഒരു എഴുത്ത് വെച്ച് വേഗം ആളയച്ചു, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇനി തിരിച്ചു പോന്നേക്കിൻ, ഇനി നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ഞങ്ങൾ സുരക്ഷിതരായി മക്കയിലെത്തിയിട്ടുണ്ട്. ആ വിവരം കിട്ടിയപ്പോൾ കുറച്ചാൾക്കാർക്ക് മടങ്ങിപ്പോന്നു. പക്ഷേ അബൂജഹൽ പല ആളുകളെയും മടങ്ങിപ്പോരാൻ അനുവദിച്ചില്ല. തിരിച്ചു പോകാൻ ഒരുങ്ങിയ പലരെയും ഭീഷണിപ്പെടുത്തി. അവൻ അട്ടഹസിച്ചു, വീരവാദം മുഴക്കി, നമ്മൾ ചെല്ലും, ബദറിൽ നമ്മൾ ചെല്ലും, അവിടെ തമ്പടിച്ച് താമസിക്കും, തിന്നും കുടിച്ചും മതിച്ചും 3 ദിവസം അവിടെ നിൽക്കും, മുസ്ലിങ്ങളെ നമ്മൾ നാമാവശേഷമാക്കും, ആരും തിരിച്ചു പോകാൻ പാടില്ല. അങ്ങനെയാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ബദർ എന്ന മഹാസംഭവം നടക്കുന്നത്. അള്ളാഹു ചെയ്ത വാഗ്ദാനം അവൻ നിറവേറ്റി. ശത്രുക്കൾ മുച്ചൂടും ആയുധധാരികളാണ്, മുസ്ലിങ്ങളോ നിരായുധരാണ്, എണ്ണത്തിലും വലിയ വ്യത്യാസമുണ്ട്. എന്നിട്ടും 7-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ശത്രുക്കൾ തൊപ്പിയിട്ടു. യുദ്ധം നടന്നത് ഹിജ്റ 2-ാം വർഷം റമദാൻ മാസം 17-ന് വെള്ളിയാഴ്ച രാവിലെയാണ്. ബദർ എന്ന സ്ഥലത്ത് വെച്ച്. മദീനയിൽ നിന്ന് 150 കിലോമീറ്ററും മക്കയിൽ നിന്ന് 300 കിലോമീറ്ററും ദൂരെയാണ് ബദർ. ബദർ എന്നത് ആദ്യം ഒരു കിണറിന്റെ പേരായിരുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരായിരുന്നു എന്നാണ്. പിന്നെയാണ് അതൊരു സ്ഥലത്തിന്റെ പേരായി മാറിയത്. പരിശുദ്ധമായ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ യുദ്ധം നടന്ന സ്ഥലമാണ്. ആദം നബി അലൈഹി സ്വലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള ധർമ്മയുദ്ധങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മയുദ്ധമാണ് ബദർ. ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനവും ശുഹദാഉൽ ബദറിന് തന്നെയാണ്. മുസ്ലിങ്ങൾ 313, മുഹാജിറുകൾ 82, അൻസാറുകൾ 231. ആ അൻസാറുകൾ തന്നെ ഔസിൽ നിന്ന് 61, ഖസ്റജിൽ നിന്ന് 170. 2 ഗോത്രങ്ങളായിരുന്നു ഔസും ഖസ്റജും. 14 പേരാണ് ഷഹീദായത്. മുഹാജിറുകൾ 6 പേരും അൻസാരികൾ 8 പേരും. ബാക്കി 299 പേർക്കും ഷഹാദത്തിന് പ്രതിഫലം അല്ലാഹു തആല നൽകി. ഷഹീദായില്ലെങ്കിലും അതിന് കൂലി ഉണ്ട്. ബദരീങ്ങളുടെ എണ്ണത്തിൽ വിവിധ അഭിപ്രായങ്ങളുണ്ട്. 360ഉം അതിലേറെയും ഒക്കെ എണ്ണിയിട്ടുണ്ട് ചില മഹാന്മാർ. 364 എന്ന് എണ്ണിയിട്ടുണ്ട്. 367 എന്നാണ് ശരിയായ എണ്ണം എന്ന് മഹാനായ സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് പറയുന്നതായി കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എണ്ണം കൂടാൻ കാരണം, ഇപ്പൊ 313, 360, 364, 367 ഇങ്ങനെ എണ്ണം കൂടാൻ കാരണം എന്താണെന്നറിയും? എല്ലാ ആളുകളെയും ചേർത്ത് എണ്ണുമ്പോഴാണ് അത് 367 ആകുന്നത്. എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് പല ടൈപ്പ് ആളുകളാണ്. ഒന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ, പിന്നെ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ ചില ആവശ്യങ്ങൾക്ക് മറ്റു പല വഴിക്കും പറഞ്ഞ് അയച്ചത് കൊണ്ട് വരാത്ത ആളുകൾ. അതേപോലെ തന്നെ പോകാൻ ആഗ്രഹമുണ്ട്, പ്രതിബന്ധങ്ങൾ കാരണം പോകാതിരുന്ന ആളുകൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ. പിന്നെ വഴിയിൽ വെച്ച് മടങ്ങേണ്ടി വന്ന ആളുകൾ, അതേപോലെ തന്നെ ചില കാരണങ്ങൾ ഉണ്ടായതുകൊണ്ട് തിരിച്ചു പോരേണ്ടി വന്ന ആളുകൾ. ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾ എല്ലാവരെയും കൂടി കൂട്ടിയിട്ടാണ് 367 എന്ന എണ്ണം വരുന്നത്. ഈ ആളുകൾക്കൊക്കെ ആ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പ്രതിഫലം അല്ലാഹു തആല കൊടുത്തു എന്നാണ്. അതുകൊണ്ടാണ് ബദരീങ്ങളെ എണ്ണുമ്പോൾ മൊത്തം 367 എന്ന് എണ്ണുന്നത്. എല്ലാവരെയും ബദരീങ്ങളെ കൂട്ടത്തിൽ പെടുത്തുന്നത് കൊണ്ടാണ്. ചില കിതാബുകളിൽ ഇത്ര എണ്ണം ബദരീങ്ങളുടെ പേരുകൾ തന്നെ കൃത്യമായി വെച്ചത്, അല്ലെങ്കിൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ടത് ഈ ഒരു പരിഗണന വെച്ചാണ്. ബദറിൽ മുസ്ലിങ്ങൾക്ക് ആകെ 3 പതാകകളാണ് ഉണ്ടായിരുന്നത്. 1 വെള്ളയും 2 കറുത്ത പതാകകളും. വെള്ള പതാക പിടിച്ചത് മുസ്അബ് ഇബ്നു ഉമൈറാണ് റളിയല്ലാഹു അൻഹു. കറുപ്പിൽ 1 പിടിച്ചത് അലി റളിയല്ലാഹു അൻഹു ആണ്. മറ്റൊന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. 14 ശുഹദാക്കൾ ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞല്ലോ. 1 ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, ഉമൈർ റളിയല്ലാഹു അൻഹു, ദുശ്ശിമാലിനി റളിയല്ലാഹു അൻഹു, ആഖിൽ റളിയല്ലാഹു അൻഹു, മിഹ്ജ റളിയല്ലാഹു അൻഹു, സഫ്വാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 6 പേർ മുഹാജിറുകൾ, ബാക്കി 8 പേർ അൻസാറുകൾ. ആരാണ്? സഅദ് ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു, മുബശ്ശിർ റളിയല്ലാഹു അൻഹു, യസീദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു, റാഫിഉ ഇബ്നു അലാ റളിയല്ലാഹു അൻഹു, ഹാരിസ് റളിയല്ലാഹു അൻഹു, ഉമൈർ റളിയല്ലാഹു അൻഹു, ഔഫ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു, മുഅദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ 8 പേർ. ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, 16 വയസ്സ് മാത്രം. കാഫിരീങ്ങൾ 950 ആളുകളാണെന്ന് പറയപ്പെടുന്നു, 1000-ൽ താഴെ. അവർ 70 ആളുകൾ കൊല്ലപ്പെട്ടു. അബൂജഹൽ അടക്കം കൊല്ലപ്പെട്ടു. അബൂജഹലാണ് നേതാവായിട്ടുണ്ടായിരുന്നത്.
8-ാം ആയത്തിൽ പറഞ്ഞതുപോലെ സത്യം വെളിച്ചത്ത് വന്നു. ആദ്യം ഒരു വിഭാഗത്തിന് അനിഷ്ടമുണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാവർക്കും സന്തോഷിക്കാൻ വകയുണ്ടായി. ആ അനിഷ്ടത്തെക്കുറിച്ചാണ് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന വെറുപ്പ് എന്ന് 5-ാം ആയത്തിൽ പറഞ്ഞത്. കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ് വഇന്ന ഫരീഖൻ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ. യുദ്ധത്തിൽ ലഭിച്ച സമ്പത്ത് പങ്കുവെക്കുന്ന കാര്യത്തിൽ ആദ്യം ചിലർക്ക് വിഷമമുണ്ടായെങ്കിലും പിന്നീട് എല്ലാവർക്കും സന്തോഷമായല്ലോ. അതുപോലെ രണ്ടാമൊരു സംഘം 7-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കച്ചവട സംഘവും മക്കയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സൈനിക സംഘം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലുകൾ ചെയ്യണം. അല്ലാഹു ഇതെല്ലാം ആഖിറത്തിലേക്ക് നീ മുതലാക്കി തരണം തമ്പുരാനെ. ഞങ്ങൾ തെറ്റുകുറ്റങ്ങൾ പൊറുക്കണേ അല്ലാഹ്. മഹാന്മാരായ ബദരീകളെ കുറിച്ച് പറഞ്ഞ ക്ലാസ്സാണ്. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സംരക്ഷിക്കണേ തമ്പുരാൻ. അവിടുത്തെ കാവൽ ലഭിക്കുന്നവരെ കുറിച്ച് ഞങ്ങൾ ചേർക്കണം അല്ലാഹ്. അവരോടൊപ്പം നാളെ ജന്നാത്തിൽ ഞങ്ങളെ നിർമ്മിച്ചു കൊടുക്കണം തമ്പുരാനെ. ഞങ്ങളെ മാതാപിതാക്കൾ പുറക്കണം റബ്ബേ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അസുഖങ്ങൾ ശിഫയാക്കണേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളും നീക്ക് സലാമത്ത് നൽകണേ തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا سلطانا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. ولا دعاء فينا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.